യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ സമയം അന്വേഷിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് കേൾക്കുവാനിടയായി. താൻ കണ്ടുമുട്ടിയ എല്ലാവരോടും എന്താണ് ഇപ്പോൾ സമയം എന്ന് അദ്ദേഹം ചോദിച്ചു. ഓരോരുത്തരും വ്യത്യസ്തമായ ഉത്തരമാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. ഈ ഉത്തരത്തിലൊന്നും അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല. അദ്ദേഹം തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ തൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഇപ്പോൾ സമയം എന്തായി? ഭാര്യ പറഞ്ഞു, നിങ്ങൾ പോയി വാച്ച് നന്നാക്കി കിട്ടുന്ന കടയിൽ പോയി അന്വേഷിക്കുക. അങ്ങനെ അദ്ദേഹം വാച്ച് നന്നാക്കി കിട്ടുന്ന കടയിലേക്ക് പോയി. അവിടെ അദ്ദേഹം വ്യത്യസ്തങ്ങളായ വാച്ചുകൾ കണ്ടു, ക്ലോക്കുകൾ കണ്ടു. ഓരോ വാച്ചിലും ഓരോ ക്ലോക്കിലും വ്യത്യസ്തമായ സമയമായിരുന്നു. ആ വാച്ച് കടക്കാരനോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇപ്പോൾ സമയം? കൃത്യസമയം അങ്ങേക്ക് എന്നോട് പറയാൻ പറ്റുമോ? ആ വാച്ച് കടക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇഷ്ടമുള്ള സമയം നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക. സ്നേഹം നിറഞ്ഞവരെ, സമയം നാം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ദൈവത്തോടൊപ്പമായിരിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ജീവിതത്തിലെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും ക്ഷമയോടും വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി ദൈവിക ഇടപെടലിനു വേണ്ടി തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും. നമ്മൾ ഇന്ന് ഒരു പുതിയ ആരാധനാക്രമ വത്സരം തുടങ്ങുകയാണ്. ഈ പുതിയ ആരാധനാക്രമ വത്സരം നാം തുടങ്ങുന്നത് മംഗളവാർത്താ കാലത്തോടു കൂടിയാണ്. ഈ കാലഘട്ടത്തിലെ ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിനായി, അവൻ്റെ ഇടപെടലിനായി നമ്മെ സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ കാലഘട്ടം നമുക്ക് നൽകുന്ന വലിയൊരു സത്യമുണ്ട്. ദൈവം വരുന്നു, അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന സത്യം. ഈ ബോധ്യത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് മംഗളവാർത്താക്കാലം ആദ്യ ഞായറാഴ്ച തന്നെ വിചിന്തനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ലൂക്കാസ് സുവിശേഷകൻ വൃദ്ധരായിരുന്നെങ്കിലും നീതിമാന്മാരായ സഖറിയായെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ചുമാണ് നമ്മോടിന്ന് സംസാരിക്കുന്നത്. ഇവർ നീതി നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചിരുന്നതെങ്കിലും അവർ വലിയൊരു ദുഃഖം, വലിയൊരു സങ്കടം പേറി ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു. ഒരു കുഞ്ഞില്ല എന്ന ആ വലിയ സങ്കടം. പക്ഷേ ഈ വലിയ സങ്കടത്തിലും ഈ വലിയ വേദനയിലും ദൈവത്തെ തള്ളിക്കളയുവാനോ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനോ അവർ ഒരുക്കമായിരുന്നില്ല. തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആ ആഴമേറിയ ബന്ധത്തിൽ അല്പം പോലും വെള്ളം ചേർക്കുവാനോ മായം ചേർക്കുവാനോ ഒരു കോംപ്രമൈസ് നടത്തുവാനോ അവർ തയ്യാറായിരുന്നില്ല. സഖറിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിലൂടെ ലൂക്കാസ് സുവിശേഷകൻ നമുക്ക് ഒരു വലിയ പാഠം നൽകുന്നുണ്ട്. ദൈവം എത്ര വൈകിയാലും നമ്മെ ഉപേക്ഷിക്കുകയില്ല, നമ്മെ തള്ളിക്കളയുകയില്ല എന്ന ആ വലിയ സത്യം. ഈ വൃദ്ധ ദമ്പതിമാർ വർഷങ്ങളോളം ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. വർഷങ്ങൾ കടന്നുപോയി, വയസ്സായി, പ്രതീക്ഷ അല്പം നഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും അവർ ഒരിക്കലും വ്യതിചലിച്ചില്ല. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് സഖറിയായോട് പറഞ്ഞു, നിനക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കും. ഇത് കേട്ടപ്പോൾ സഖറിയായ്ക്ക് ഒരു സംശയമുണ്ടായി. ഒരു ചോദ്യം അവൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. ഇതെങ്ങനെ സംഭവിക്കും? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വയസ്സായി. സ്നേഹം നിറഞ്ഞവരെ, ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഇതുപോലെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നേക്കാം. എൻ്റെ ജീവിതത്തിലെ ഈ വലിയ സങ്കടത്തിൽ, ഈ വേദനയിൽ, ഈ നഷ്ടത്തിൽ, രോഗത്തിൽ എനിക്ക് ആശ്വാസം കിട്ടുമോ? എനിക്ക് സൗഖ്യം കിട്ടുമോ? എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകുമോ? ഇത്രയും വൈകി ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമോ എന്ന സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. പക്ഷേ ഇത്തരം ചോദ്യങ്ങളും സംശയങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്, ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മുടെ സാധ്യതകളെ കണ്ടുകൊണ്ടല്ല, മറിച്ച് നമ്മളിലെ വിശ്വാസത്തെ കണക്കാക്കിയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം
19 വാക്യത്തിൽ ഈശോ 2 അന്ധരായ ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങളിൽ ഭവിക്കട്ടെ എന്ന്. നിന്റെ വിശ്വാസം പോലെ നിങ്ങളിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ അവർക്ക് വെളിച്ചമുണ്ടായി, അവർക്ക് സൗഖ്യം കിട്ടി, കാഴ്ച കിട്ടി. മത്തായിയുടെ സുവിശേഷം 15 കാനാൻകാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം വളരെ വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് നിന്നിൽ സംഭവിക്കട്ടെ എന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവദൂതൻ സക്രിയായോട് പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്ന്. അതായത് ക്ഷമയോടും വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടിയുള്ള ഒരു കാത്തിരിപ്പും പാഴായി പോകുന്നില്ല എന്ന സത്യം സുവിശേഷം നമുക്കിന്ന് വെളിപ്പെടുത്തി തരികയാണ്. നിന്റെ വേദന കർത്താവ് അറിയുന്നു, നിന്റെ കണ്ണുനീർ കർത്താവ് കാണുന്നു, നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു, നിന്റെ ഹൃദയവേദന കർത്താവ് അറിയുന്നു. ദൈവം നിന്നോട് കൂടെയുണ്ട്. ക്ഷമയോടും വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടെയുള്ള കാത്തിരിപ്പ് ഒരിക്കലും വിഫലമാകുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് ദൈവം നിശ്ചയമായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടും എന്ന ഒരു ഉറപ്പാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അതുകൊണ്ടാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ തിരുവചനം ഇപ്രകാരം പറയുന്നത്, ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവം അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കുകയും ചെയ്യും എന്ന്. നമ്മൾ കർത്താവിൻ്റെ ജനനത്തിൻ്റെ നാളിനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ ബോധ്യത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇതൊരു വെറും കാലഘട്ടമല്ല, ഇതൊരു രൂപാന്തരീകരണത്തിൻ്റെ കാലഘട്ടമാണ്. യെശയ്യാ പ്രവാചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്, ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം വെളിച്ചം കണ്ടു എന്ന്. നമ്മുടെ ഇരുളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളിലേക്ക് കർത്താവ് കടന്നു വരുന്നു. നമ്മുടെ ബലഹീനതകളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക്, പാപത്തിൻ്റെ ഇരുളിലേക്ക് അവൻ പ്രകാശമായി വെളിച്ചമായി കടന്നു വരുന്നു. അതുകൊണ്ട് സക്രിയായെ പോലെ, എലിസബത്തിനെ പോലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം കർത്താവിനോടൊപ്പമായിരിക്കുവാനായിട്ട് നമുക്ക് വിനിയോഗിക്കാം. ക്ഷമയോടും വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കർത്താവിൻ്റെ ഇടപെടലിനായി നമുക്ക് കാത്തിരിക്കാം. ഒരു പ്രാർത്ഥനയും വിഫലമാകുന്നില്ല, ഒരു കാത്തിരിപ്പും പാഴായി പോകുന്നില്ല എന്ന സത്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.